ബേസിലിന്റെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു അവാർഡ് കിട്ടേണ്ട രീതിയിലുള്ള ആക്ടിംഗ് ആണ്. നല്ല നമ്മളെ ചിരിപ്പിച്ച സജിൻ ഗോപു അല്ല ഇതിനകത്ത്, അടിപൊളിയായിട്ടുണ്ട്. കഥാപാത്രം PP അജേഷ് പൊളിച്ച് നന്നായിട്ടുണ്ട്. ഇത് ഡെഫിനറ്റ്ലി കത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. എന്തായാലും ഇത്രയും എക്സ്പെക്ട് ചെയ്യാതെ വന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല, വാക്കുകളില്ല. അടിപൊളി പടം. ബേസിലിന്റെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു അവാർഡ് കിട്ടേണ്ട രീതിയിലുള്ള ആക്ടിങ് ആണ്. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഞാൻ കണ്ടേക്കുന്ന സിനിമകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ടോട്ടലി ഡിഫറെൻ്റ് ആക്ടിങ് ആണ് ബേസിൽ തന്നെ. അതായത് നല്ലൊരു സിനിമ, ഫീൽ ഗുഡ് മൂവി, അതായത് ഹൃദയത്തിൽ തട്ടി കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ലിജോ മോളുടെ ആക്ടിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അംബാൻ്റെയും ആക്ടിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് വെച്ച് അതായത് ഫസ്റ്റ് ഹാഫ് പോയത് അറിഞ്ഞത് അത്ര ഫാസ്റ്റായിട്ട് സമയം പോയി. ഈ ഇപ്പോൾ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളിൽ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ കിടക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സാധാരണക്കാരുടെ ജീവിതം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ല പടമാണ്, ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. നല്ല അടിപൊളി പെർഫോമൻസ്. പ്രത്യേകിച്ച് സജിൻ ഗോപു അതുപോലെ ബേസിൽ ജോസഫ് തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. അതായത് സജിൻ ഗോപു ആവേശത്തിന് ശേഷം ഉണ്ടല്ലോ, ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. ആവേശം നമ്മളെ ചിരിപ്പിച്ച സജിൻ ഗോപു അല്ല ഇതിനകത്ത്, അടിപൊളിയായിട്ടുണ്ട്. ഫാമിലി എല്ലാം ഉണ്ട്. ത്രില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് പോകുന്ന നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അകത്തേക്ക്. എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അല്ല, ഒറ്റ ഡയലോഗ് ഒന്നുമില്ല. അധ്വാനിക്കുന്ന എന്തിനാണ് ശ്രീധരൻ നോക്കുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അത് കണ്ടു പഠിക്കണം. വളരെ വ്യത്യസ്തമായിട്ട് കഥാപാത്രം. അത് കഥാപാത്രം PP അജേഷ് പൊളിച്ച് നന്നായിട്ടുണ്ട്. പടം നല്ല പടമാണ്. ബേസിലായിട്ട് ഇപ്പം ചെയ്തതിൽ വെച്ച് കോമഡി ക്യാരക്ടർ വെച്ച് വേറൊരു ലെവൽ പടമായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഫാമിലിക്ക് എല്ലാം നല്ല അടിപൊളി പടമാണ്. സജിൻ ഗോപു ചേട്ടൻ്റെ ആവേശം കഴിഞ്ഞിട്ടുള്ളൊരു വേറൊരു ലെവൽ സാധനമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ലിജോ മോളുടെ ആണെങ്കിലും വേറെ നല്ലൊരു സെൻറ്റി ക്യാരക്ടർ അടിപൊളി ചെയ്തിട്ടുണ്ട്. ബേസിലായിട്ടുണ്ട്. ഇപ്പോൾ ആ കോമഡി ട്രാക്ക് മാറ്റി പുള്ളി ഒരു സീരീസിലോട്ട് എങ്ങനെ വരാൻ പറ്റുമത് അത് കിട്ടിലടി ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ആനന്ദ് ചേട്ടൻ്റെ അതിൽ അടിപൊളിയായിരുന്നു. ഗംഭീരമായൊരു സിനിമ എക്സ്പീരിയൻസ് ആണ്. ഒരു ഫേമസ് ഒരു നോവൽ വായിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സിനിമ കാണുമ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ ബോറടിക്കാതെ അതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അസാധ്യം. എക്സലൻറ്റ് വർക്ക്. ജ്യോതിഷ് ശങ്കർ സ്കോർ ചെയ്തു. ഇത് ഡെഫിനറ്റ്ലി കത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. താങ്ക് യു. ബേസിൽ എക്സലൻ്റ് ആണ്. എല്ലാ ആക്ടേഴ്സും, ബേസിലായാലും ആനന്ദ് മന്മഥനായാലും ലിജോ മോളായാലും എല്ലാവരും എക്സലൻ്റ് ആണ്. ഒരു ഭയങ്കര ടീം വർക്കിൻ്റെ റിസൾട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. ഗംഭീരമായിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് സീ ആണ്. ഇമോഷണലി ഡെഫിനറ്റ്ലി എല്ലാവരും ലോക്കാവും. മൂവി മൊത്തം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെ ഫുൾ ടൈം എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. നോ ഡൗട്ട്. താങ്ക് യു. സജിൻ ഗോപും ബേസിലോട്ടുള്ള കോമ്പോസിഷൻസ് ഒക്കെ അടിയുള്ളൂ. ഒരു ഈഗോ ക്ലാഷാണ് ബേസിൽ. പെർഫോമൻസ് ഒന്നും പറയാനില്ല. ബേസിൽ ലാസ്റ്റ് സെലക്ട് ചെയ്ത പടങ്ങളൊക്കെ വെച്ച് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നല്ല രീതിയിൽ പുള്ളി തകർത്തിട്ടുണ്ട്. പിന്നെ സജിൻ ഗോപു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നായകൻ്റെ കൂടുതൽ. അപ്പോൾ അത് നോക്കുമ്പോൾ കിഡുവാണ് സജിന്. ഒരു കലാഭവമണി ടച്ചൊക്കെ പല സ്ഥലങ്ങളിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നല്ല പെർഫോമറാണ് സജിൻ ഗോപു. അതുകൊണ്ട് ഇനി നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു വലിയൊരു പെർഫോമർ തന്നെ ആയിരിക്കും സജിൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിലാണ് പടം പോകുന്നത്. ക്ലൈമാക്സ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. മൈക്ക് ചെയ്തേക്കുന്ന രീതി അടിപൊളിയാണ്. സോ തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്.